Watch full episodes on Jio Hotstar. കൊള്ളാം, എന്ത് മനോഹരമായ കാലാവസ്ഥയാണ്. വല്ലാണ്ട് ഉറക്കം വരുന്നു. എന്ത് മനോഹരമായ കാലാവസ്ഥയാണ്. കൊടുങ്കാറ്റ് വരാൻ പോകുന്ന ഇത് കണ്ടോ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ്. ഇനിയിപ്പോ നമ്മൾ വൈകുന്നേരത്തോടൊക്കെ എത്തിയില്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. അല്ല, ഇപ്പൊ ഈ കാറിന് എന്ത് സംഭവിച്ചു? എന്താ സ്റ്റാർട്ട് ആവാത്ത? പ്ലീസ് നിങ്ങൾ കാറൊന്ന് ഇറങ്ങി തള്ളാവോ? ചിലപ്പോ സ്റ്റാർട്ട് ആയേക്കും. ഇറങ്ങി വണ്ടി തള്ളണം. ഈ കാർ സ്റ്റാർട്ട് ആവില്ല. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഓടിക്കോ. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എത്തണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ ഈ തണുപ്പത്ത് കോച്ച് ചത്തുപോകും. നമ്മൾ ഓടേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഉണ്ടല്ലോ. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, എല്ലാത്തിലും ബാറ്ററി ലോ ആണല്ലോ, എന്നെ ക്ഷമിച്ചേക്ക്. ഞാനിത് ചാർജ് ചെയ്യാൻ മറന്നു. ഇപ്പൊ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഓടണം. 1 2 3. നമ്മൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെ ആപത്ത് വന്നാ ഓടുന്നതിൽ എനിക്ക് 20 ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മൾ വേഗത്തിൽ ഓടണം. വേഗം ഓട്, എല്ലാവരും ഓടി രക്ഷപ്പെട്. ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ എവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി എന്റെ ചങ്കേന്റെ ബ്രോ? ഞാൻ ഇവിടെയുണ്ട്. ഡോക്ടർ ജഡ്ക എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? ഞങ്ങളെയും കൂടെ കൂട്ടാമായിരുന്നല്ലേ? സോറി, ഞാനിതാകെ മറന്നുപോയി. നിങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഓർമ്മ. ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. ഇന്നാ പിടിച്ചോളൂ, നമുക്ക് ഇതിട്ടിട്ട് പറന്നു പോകാം. കാര്യം കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. കാറും പറപ്പിക്കും, പിന്നെ തന്നെ പറക്കുകയും ചെയ്യും. ഓ നോ, ആ കരടിയും കുഞ്ഞുങ്ങളും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വരൂ, ഒന്ന് വേഗം വരൂ പത്തലു. അല്ല, എന്തിനാ കരടിയുടെ പുറകെ പോണേ? അത് നിങ്ങളെ തിന്നാനായിട്ട് നിങ്ങളുടെ പുറകെ ഓടുകയല്ലേ. എന്നിട്ട് നിങ്ങൾ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് അതിന്റെ പുറകെ പോവുകയാണല്ലോ. എടോ മനുഷ്യ, അവനവന്റെ ജോലി അവനവനല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ ജോലി രക്ഷിക്കുക എന്നതാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. എന്നാൽ അവരുടെ ജോലിയോ കഴിക്കുക മാത്രമാണ്. കാരണം അവരൊക്കെ മൃഗങ്ങളാണ്. വരൂ. എന്നെ വിട്ട്. ഞാൻ പറയുന്ന കേക്ക് മോട്ടു. അതെ കരടിച്ചേട്ടോ. അതെ, അവിടെയല്ല, ഇവിടെ. നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമോ നോക്ക്. പിടിക്ക്. എന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ. നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല. അത് കണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ട്. നമുക്കിവരെ അതിനകത്താക്കാം. അവിടെ ഇവർ സേഫ് ആയിരിക്കും. വരൂ. ശരി. പേടിക്കണ്ട, നിങ്ങൾ ഇവിടെ സേഫ് ആണ്. വരൂ പത്തലു.
പത്തുലു, ഇവനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഇവന് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഇവന്റെ ആ കുഞ്ഞുങ്ങൾ തനിച്ചായി പോവൂലേ? അതേ മോട്ടു, ഞാൻ പറയുന്നത് കേക്ക്. ഇവർക്കൊക്കെ ഈ സ്റ്റോം ഒക്കെ ശീലമായ കാര്യമാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട. അതേ മോട്ടു, വേഗം വാ, അല്ലെങ്കിൽ കരടി നിന്നെ കടിച്ചു കീറി തിന്ന് കളയും. ഞാൻ വെറുതെ വിടില്ല. അതാണ് സമിറ്റ് ഗ്രാമം. രക്ഷപ്പെട്ടു. നമ്മൾ നേരത്തെ വന്നത്. സ്നോ സ്റ്റോം വളരെ ദൂരത്താണ് ഇപ്പോ. എന്താ ഇത് സംഭവിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇതിന്റെ ബാറ്ററി പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ചേർന്ന് തീരുമാനിക്ക്. നമ്മള് കുത്തനെ വീഴാൻ പോകുന്നു അല്ലെ കമിഴ്ന്ന് വീഴാൻ പോകുന്നു. നമ്മളിപ്പോ താഴേക്ക് കുത്തനെ വീഴും. രക്ഷിക്കണേ. അയ്യോ, ആകാശത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നു. ഓടിക്കോ, മാറിക്കോ, മാറിക്കോ, ഓടിക്കോ. വലിയേട്ടന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ഈ വില്ലേജിന്റെ ഹിസ്റ്ററി വായിക്കായിരുന്നു. ഇവിടെ എപ്പോഴാണ് ഇഗ്ലൂ ഉണ്ടായത്, പിന്നെ ഈ ഗ്രാമത്തിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ വായിക്കായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വായിച്ചേ. ഇപ്പൊ നിന്റെ ജോഗ്രഫി ഞങ്ങളുടെ കയ്യിലാണുള്ളത്. ഈ കുന്ത്രാണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാതിരുന്നത്? എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ നിങ്ങളോടൊക്കെ ആദ്യമേ ചോദിച്ചതല്ലേ, നിങ്ങൾ കുത്തനെ വീഴാൻ പോകുന്നോ അല്ല കമിഴ്ന്ന് വീഴാൻ പോകുന്നോ എന്ന്. നിങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീൽസിന്റെ കീ തരുമായിരുന്നു. അതെ, നിങ്ങൾ ആരും ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. വിട്ടോടാ. ഇപ്പൊ കാണിച്ചു എല്ലാവർക്കും ഇഗ്ലൂവിന്റെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു വലിയ ഇഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് 5 പേർക്ക് താമസിക്കാൻ പറ്റും. എന്റെ അമ്മോ, എന്താ ഇഗ്ലു വേഗം കാണട്ടെ, എന്നിട്ട് വേണം നല്ല ആഹാരം കഴിക്കാൻ. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ, നീ കൂട്ടിക്കൊണ്ട് പോവൂ. വരൂ. എന്റെ അമ്മോ, ഇത് ഇഗ്ലു ആണോ അതോ വല്ല 5 സ്റ്റാർ ഹോട്ടലാണോ? കൊള്ളാം. ചിങ്കം സാർ ഇത് ഉണ്ടാക്കിയത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇത് അവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. വരൂ, നമുക്കിനി സമാധാനത്തോടെ കിടന്നുറങ്ങാം. ഇനി ആ കരടി വരുന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ടല്ലോ. തുറക്കുന്നേ. അത് ഇതെന്താ, ഇവിടെ മുഴുവൻ സ്നോ ആയല്ലോ. മോട്ടു നോക്ക്, നമ്മൾ ഇതിനകത്ത് പെട്ടുപോയെന്ന്. എനിക്ക് തോന്നുന്നത് രാത്രി വലിയൊരു സ്നോ സ്റ്റോം വന്നെന്നാണ്. ഇവിടെ നമ്മുടെ ടെന്റുകളെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. ഡോക്ടർ ജഡ്ക, പ്ലീസ് ഡ്രൈവർ പോളിനെ വിളിക്കൂ, വേഗം. അതാ വിളിക്കാം. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ പോളെ, നീ ഇതെവിടെയാ? ഞങ്ങൾ എല്ലാവരും ഈ മഞ്ഞിൽ കുടുങ്ങി കിടക്കുക. ഇന്നലെ രാത്രിയിൽ ഇവിടെ വലിയൊരു കൊടുക്കാറ്റുണ്ടായി. എല്ലാ ഇഗ്ലൂവും മഞ്ഞിനകത്ത് പെട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ പെട്ടിരിക്കുക. ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റണില്ല. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, നീ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ ആരാ സഹായിക്കുക? ഇപ്പൊ മുകളിലുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. നേരത്തിനകം നിങ്ങളുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ് ഓഫ് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇഗ്ലൂവിന്റെ എഫക്ട് തീർന്നു പോകും. എന്റെ അമ്മോ, ഇവൻ നമ്മളെ സഹായിക്കാണോ അതോ പേടിപ്പിക്കുകയാണോ? പൊളിച്ചെടുത്തല്ല. ഈ നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഇതിന്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റിയ? പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എത്രയും പെട്ടെന്ന് സമോസകൾ കഴിക്കൂ, എന്നിട്ട് നീ തുടങ്ങൂ. ഞാൻ നിന്റെ ബാഗിനകത്ത് ഒരുപാട് സമോസകൾ വെച്ചിട്ടുണ്ട്. അതിന് സമൂസയൊന്നും ഇല്ലല്ലോ. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്ന കഴിച്ചോളൂ. സോറി കൂട്ടുകാരെ, ഇങ്ങനെയാണ് എല്ലാ സമൂസയും തീർന്നു പോയത്. അതെ, ആ കരടി കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞിരിക്കാണ്. മമ്മി എന്താ ചെയ്യാ? അതെ, എവിടുന്നായി ശബ്ദം കേൾക്കുന്ന?
പൊളിച്ചെടുത്തല്ല, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നു. ബൈ, ടാറ്റാ. ഞാൻ പോവാണ്. കരടി വീണ്ടും വന്നിരിക്കുന്നു. എന്നൊന്നും ചെയ്യല്ലേ. എന്താ കരടി വീണ്ടും വന്നിരിക്കുന്നത്? നമ്മളെ വിടുന്ന് തോന്നുന്നില്ല ഏട്ടാ. ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. സ്റ്റാച്യു, അതെ കരടിച്ചേട്ടാ, ഒരു മിനിറ്റ് നിൽക്കേ. അതെ, ഈ ലോകത്ത് നിങ്ങൾക്ക് കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ, പിന്നെന്തിനാ മനുഷ്യനെ തിന്നാൻ കൊതിക്കുന്നത്? ലോകത്ത് എന്തുമാത്രം സാധനങ്ങൾ തിന്നാനായിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത്? നല്ല പഠിപ്പ് അറിവുള്ളവരല്ലേ, ബുദ്ധിശാലികളല്ലേ, എന്നിട്ട് മൃഗങ്ങളെ കൊന്നു തിന്നുന്നോ? ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾ പിന്നെ തിന്നുന്നതിൽ എന്താണ് തെറ്റ്? അതേ കരടിച്ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് വളരെ പരമാർത്ഥമാണ്. കരടിച്ചേട്ടാ, പത്തുലു എപ്പോഴും പറയാറുണ്ട്, എല്ലാ ചിത്തക്കാര്യത്തിലും ഒരു നല്ല കാര്യം ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോകാം, പക്ഷേ നിങ്ങൾ കാരണം എന്റെ ഈ കൂട്ടുകാരൊക്കെ രക്ഷപ്പെടുമല്ലോ. നിങ്ങൾ മാത്രം വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്തേനെ. വരൂ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നെയും കൂടെ കൊണ്ടുപോകൂ. ഒരാളെ കഴിച്ചത് കൊണ്ട് മാത്രം വയറൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് എന്റെയും 3 സുഹൃത്തുക്കളെയും നിങ്ങൾ വെറുതെ വിടുന്നേ? ഞാൻ നിങ്ങളെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ ഓരോ തവണയും എന്നെ എന്റെ കുട്ടികളെ രക്ഷിക്കാൻ വന്നപ്പോഴെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരാണെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളെ പോലൊരു മനുഷ്യന് മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. കരയല്ലേ കരടിച്ചേട്ടാ, നിങ്ങൾ കരയല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്, പക്ഷേ എന്റെ കൂട്ടുകാരെയൊക്കെ വിട്ടേക്കണം പ്ലീസ്. ഇല്ല, നിങ്ങൾ ആരും മനുഷ്യരല്ല, മനുഷ്യരൂപത്തിൽ വന്ന ദൈവങ്ങളാണ്. ഓരോ നിമിഷവും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവനെ പറ്റി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുന്നില്ല. സോറി, ഞാൻ ഒരിക്കലും നിങ്ങളെ കൊന്ന് തിന്നത്തില്ല. ഞാനൊരു മൃഗമായി പോയാൽ എന്താ? എനിക്കും ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ 2 മക്കൾക്കും പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഞാനൊരു ഹ്യൂമൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ നിങ്ങളെ പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ കരടികൾ കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. എങ്കിൽ തന്ന വാക്ക് പാലിക്കാൻ നോക്കൂ. കൊണ്ടുപോകൂ എന്നെ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാവുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും അതുണ്ടാവില്ലേ? അവരൊരിക്കലും എന്നെ കഴിക്കില്ല. കാണുന്നോ? പക്ഷെ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ട മനുഷ്യന്മാരെല്ലാം വേറെ രീതിയിലായിരുന്നു. ഞങ്ങളെ പിടിക്കാൻ വന്നവരായിരുന്നു, കൊല്ലാൻ വന്നവരായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ്. പൊയ്ക്കോളൂ, നിങ്ങളെ ആരെയും ഞാൻ ഉപദ്രവിക്കത്തില്ല. കരടിച്ചേട്ടാ, വേഗം ചെന്ന് ഒളിച്ചോളൂ. ഞങ്ങൾ ആദ്യം ഇവിടെയുള്ളവരെ രക്ഷിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ കൂടെ വരാം, കേട്ടോ? ഓക്കേ. അങ്ങനെ തന്നെ. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞുമലകളെയൊക്കെ എടുത്തു മാറ്റിയിരിക്കുന്നു. ഈ സമയത്താണ് നിങ്ങളുടെ വരികയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തത്. താങ്ക് യു. ഇവരെത്ര നല്ല മനുഷ്യരാണ്. എന്നാ പിന്നെ നിങ്ങളൊക്കെ ബാക്കിയുള്ളവരെ വേഗം സഹായിക്കാൻ നോക്കൂ. ഞങ്ങൾക്ക് ചെന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ബൈ ബൈ. ഞാൻ പറയുന്നത് വരെയും നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിച്ചോളൂ, എന്നിട്ട് പാടിക്കോളൂ ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. അച്ഛാ, അങ്കിളിനെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? അഴിച്ചുവിട്, അങ്കിളിനെ അഴിച്ചുവിട്. പാവ അങ്കിൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അച്ഛാ, എന്തിനാ അച്ഛ ഇങ്ങനെ ചെയ്തത്? പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടത് ഒരു ഹ്യൂമൻ കേക്കിനെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാനിപ്പോ പാലിച്ചിരിക്കുന്നു. കാരണം കരടികൾ കൊടുത്ത വാക്ക് ഒരിക്കലും പാലിക്കാതിരുന്നിട്ടില്ല. പക്ഷേ അങ്കിൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിക്കുന്നതല്ലേ, പിന്നെ എങ്ങനെയാ അദ്ദേഹത്തെ തിന്നാ? ഞങ്ങൾ വലുതായി കഴിഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്.
അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരല്ല, മനുഷ്യന്മാരിലും നല്ലവരുണ്ട്. അങ്കിളിനെ പോലെയും അങ്കിളിന്റെ ഫ്രണ്ട്സിന്റെ പോലെയും. നിങ്ങൾ എന്റെ പുന്നാറ് മക്കളാണ്. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. സോറി അങ്കിൾ, ഞങ്ങളുടെ അച്ഛൻ കാരണം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. നിങ്ങൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിച്ച വിവരം ഞങ്ങളുടെ അച്ഛന് അറിയില്ലായിരുന്നു. അറിയാം കുഞ്ഞുങ്ങളെ, അതൊക്കെ നല്ലോണം അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇമോഷൻസ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന കാര്യം അയാൾ മറന്നുപോയി. ഇപ്പൊ നിങ്ങളുടെ ഈ അച്ഛൻ ഞങ്ങളുടെ കൂട്ടുകാരനായി. നമ്മൾ എല്ലാരും ഇപ്പോൾ കൂട്ടുകാരാണ്. താങ്ക് യു അച്ഛാ. ഹായ് എവ്രിവൺ, വരൂ നമുക്ക് പിറന്നാൾ ആഘോഷിക്കാം. എന്റെ സുഹൃത്തെ ബാലു, ഈ കേക്ക് കട്ട് ചെയ്യൂ. ഇത് മനുഷ്യരുണ്ടാക്കിയ കേക്കാണ്. ഇനി മുതൽ ഈ കേക്ക് മാത്രമേ കഴിക്കാവൂ. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. എല്ലാവരും cheers. Watch India's largest kids library only on Jio Hotstar. Download the app now.